ആഫ്റ്റർനൂൺ ആൾ. ഇന്നത്തെ നമ്മളെ ക്ലാസ് നമ്മൾ എങ്ങനെയാണ് സ്മെല്ല് ചെയ്യുന്നത്, അതായത് ഗന്ധം അറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഗന്ധഗ്രാഹികളെ കുറിച്ചിട്ട് ഗന്ധഗ്രാഹികളാണ് ഗന്ധം എന്നുള്ളത് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഗന്ധകണികകളെ സ്വീകരിക്കുന്നത് ഗന്ധഗ്രാഹികളാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതായത് നമുക്കറിയാം, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് റിസീവ് ദ അരോമാറ്റിക് സബ്സ്റ്റൻസസ് ഓർ അരോമാറ്റിക് പാർട്ടിക്കിൾസ്. സോ അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഗന്ധം എങ്ങനെ തിരിച്ചറിയുന്നു, എന്തൊക്കെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഘടനയാണ് നമ്മുടെ മൂക്കിലുള്ളത്, ഈ ഒരു ഗന്ധത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം മെക്കാനിസം ഈ ഒരു നമ്മുടെ മൂക്കിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ നാസാഗഹ്വരം അല്ലെങ്കിൽ നെയ്സൽ ക്യാവിറ്റിയിൽ, അതായത് നമ്മൾ ഈ മൂക്കിൻ്റെ രണ്ട് ദ്വാരമുള്ള ഭാഗമായിട്ടുള്ള നാസാദ്വാരത്തിൽ ഇത് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാലുള്ള ഭാഗത്തേക്ക് നമ്മൾ നാസാഗഹ്വരം എന്ന് പറയുന്നത്. ആ നാസാഗഹ്വരത്തിൽ നമ്മൾ ഈ മൂക്കിൻ്റെ ഉള്ളൊക്കെ ശ്ലേഷ്മം കൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ്, ഈ ശ്ലേഷ്മത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഈ നാസാഗഹ്വരത്തിലൊക്കെ കുറേ ശ്ലേഷ്മമുണ്ട്. ആ ശ്ലേഷ്മത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഗന്ധഗ്രാഹികൾ. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, മഞ്ഞ കളറിൽ ഗന്ധഗ്രാഹികളെ അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗന്ധഗ്രാഹികൾ നമ്മുടെ ശ്ലേഷ്മത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്ന് ഈ ഗന്ധഗ്രാഹികളാണ് ഗന്ധകണികകൾ മൂക്കിലെത്തുമ്പോൾ ഈ ഗന്ധഗ്രാഹികൾ സ്വീകരിച്ച് ആവേഗം രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗന്ധനാഡി അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഗന്ധനാഡിയാണ് മസ്തിഷ്കത്തിലേക്ക് ആവേഗങ്ങളെ എത്തിക്കുകയും ഗന്ധത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഓക്കെ, അതായത് when the aromatic substances reach the nasal cavity through the nostrils. The nasal cavity, in the wall of nasal cavity is lined with mucus. In this mucus, there are plenty of olfactory receptors are submerged or residing in the mucus. So when the aromatic particles reach these olfactory receptors, by dissolving in this mucus, an impulse is generated, and this impulse is carried by olfactory nerve to the cerebrum, and thereby we can experience the smell. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഘട്ടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വായുവിൽ കലരുന്ന ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു സ്പ്രേ തുറക്കുക, അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണി വെക്കുക, അതാകുമ്പോൾ അതെല്ലാവർക്കും നല്ല. അപ്പോൾ ആ ചിക്കൻ ബിരിയാണിയുടെ സ്മെല്ല് നമ്മളിപ്പോൾ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ പോലും നമുക്കത് കിട്ടാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് വായുവിലൂടെ കലർന്ന് വന്ന് നമ്മുടെ മൂക്കിലേക്ക് കയറി നമ്മളതിനെ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ആ ഒരു അതിൻ്റെ ഒരു പാത്വേ അല്ലേ, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വായുവിൽ കലരുന്ന ഗന്ധകണികകൾ മൂക്കിലേക്ക് പ്രവേശിക്കും. ഗന്ധകണികകൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. ആ ശ്ലേഷ്മത്തിലാണ് നമ്മുടെ ഗന്ധഗ്രാഹികളുള്ളത്. അപ്പോൾ ശ്ലേഷ്മത്തിൽ മുങ്ങിക്കിടക്കുന്ന ഗന്ധഗ്രാഹികളെ അത് ഉദ്ദീപിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ ആവേഗങ്ങൾ രൂപപ്പെടും. ഗന്ധനാഡി വഴി ഈ ആവേഗം മസ്തിഷ്കത്തിലെത്തി ഗന്ധം എന്നുള്ള അനുഭവം നമുക്ക് സാധ്യമാകുന്നു. അതാണ് നമ്മളവിടെ പൂരിപ്പിച്ചു കഴിഞ്ഞത് അല്ലേ. ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ഇൻ ദി എയർ ആൻഡ് എൻ്റർ ദ നോസ്ട്രിൽസ്. Aromatic particles dissolve in the mucus inside the nostrils, and these nostrils അപ്പോൾ നമ്മൾ പറഞ്ഞത്, പിന്നെ നമ്മൾ പറയുന്നത് the olfactory receptors dissolved in the mucus gets stimulated, and impulses are generated. These impulses are carried by olfactory nerve to the cerebrum or to the brain, and we can feel the sense of smell. പിന്നെ നമ്മൾ പറഞ്ഞത്, ജലദോഷമുള്ളപ്പോൾ ആഹാരത്തിന് രുചി നമുക്ക് കിട്ടില്ല. അതായത് രുചി കിട്ടില്ല എന്ന് പറയുന്നത് നമ്മളറിയാം, സ്മെല്ല് കിട്ടുമ്പോഴേ നമുക്ക് ഏത് ഭക്ഷണത്തിൻ്റെയും രുചി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ജലദോഷത്തിൻ്റെ സമയത്ത് നമ്മളെ മൂക്കിലൊക്കെ നന്നായിട്ട് ശ്ലേഷ്മം ഉണ്ടാകും. ശ്ലേഷ്മത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ആവുമ്പോൾ ഈ ഗന്ധകണികകൾക്ക് നമ്മുടെ ശ്ലേഷ്മത്തിലൂടെ ലയിച്ച് ഗന്ധഗ്രാഹികളിലേക്ക് എത്താൻ പറ്റില്ല. അത്രയും അളവിൽ ശ്ലേഷ്മം നമ്മുടെ മൂക്കിലുണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ലൊന്നും കിട്ടാത്തത്.
So at the time of cold there are plenty of mucus inside the nasal cavity, so the aromatic particles cannot reach the olfactory receptors residing in the mucus, so we cannot feel the sense of smell. പിന്നെ നമ്മൾ പറയുന്നത് ത്വക്കിലെ ഗ്രാഹികളാണ്. ആ ത്വക്കിലെ ഗ്രാഹികൾ ഒരു 5 ടൈപ്പ് ഗ്രാഹികൾ നമ്മുടെ ത്വക്കിലുണ്ട്. ഏതൊക്കെയാണ്? സ്പർശഗ്രാഹി, മർദ്ദഗ്രാഹി, ചൂടുഗ്രാഹി, തണുപ്പ് ഗ്രാഹി, വേദനാഗ്രാഹി, അല്ലേ? അങ്ങനെ 5 ടൈപ്പ് ഗ്രാഹികൾ നമ്മുടെ ത്വക്കിലുണ്ട്. സ്പർശഗ്രാഹി ഓർ നമ്മൾ ടച്ച് റിസപ്റ്റർ, പ്രഷർ റിസപ്റ്റർ, ടെമ്പറേച്ചർ റിസപ്റ്റർ, cold receptor and pain receptor. There are 5 type of receptors are present on the skin. Okay, the layer of skin is represented here, and the site of these 5 types of receptors are different. അപ്പം നമ്മൾ ഈ ഒരു സ്പർശഗ്രാഹികൾ നമ്മുടെ ത്വക്കിലെ പല ഭാഗത്തുമായിട്ടാണ് ഈ 5 ഗ്രാഹികളും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ബ്രെയിലി ലിപി വായിക്കുന്നത്, അതായത് കണ്ണില്ലാത്ത ആൾക്കാർ അവരുടെ കൂടുതൽ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വിരലിൻ്റെ അറ്റം വെച്ചിട്ടാണ്. നമ്മൾ ഒരു കാര്യത്തെ തൊട്ടറിയുന്നത് വിരലിൻ്റെ അറ്റം കൊണ്ടാണ്. അപ്പോഴാണ് നമുക്കത് മറ്റുള്ള ഭാഗങ്ങൾ, അതായത് വിരൽ, ഇപ്പം നമ്മളെ കൈ കൊണ്ട് കാലുകൊണ്ട് തൊട്ടറിയുന്നതിനേക്കാൾ ഈ കൈവിരലിൻ്റെ അറ്റം കൊണ്ട് തൊട്ടറിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഹികളുടെ എണ്ണം ത്വക്കിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. നമ്മുടെ കൈവിരലിൻ്റെ തൊട്ടറ്റത്തൊക്കെ കുറേ അധികം ഗ്രാഹികളുണ്ട്. അപ്പോൾ അത് ഈ ഗ്രാഹികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദ നമ്പർ ഓഫ് റിസപ്റ്റേഴ്സ് ആർ നോട്ട് യൂണിഫോം അറ്റ് ഓൾ ദി site or at all the skin. The numbers vary from region to region, and the numbers of these receptors is plenty or large in the tip region of the fingers. So we can realize by touching the objects forcefully. പിന്നെ നമ്മൾ പറയുന്നത് വിവിധ ജീവികളിലെ ഗ്രാഹികളെ കുറിച്ചാണ്. അതായത് ഈ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, വായ, ടേസ്റ്റ് അറിയാനുള്ളത്, ഗന്ധം അറിയാനുള്ള മൂക്ക്, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ പല ജീവികളിലും അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കനുസരിച്ച് ചില ഗ്രാഹികൾ ഉണ്ട്. അതിനെയാണ് നമ്മളിവിടെ പറയുന്നത്. അതിന് എക്സാമ്പിള് ഐസ് സ്പോട്ട്. പ്ലനേറിയയിലെ ഐസ് സ്പോട്ട് പ്രകാശം തിരിച്ചറിയാനായിട്ടാണ് പ്ലനേറിയയിൽ ഐസ് സ്പോട്ട് ഉള്ളത്. സോ അക്കോർഡിംഗ് ടു ദി എൻവയോൺമെൻറ്റ് ദാറ്റ് ദ ഓർഗാനിസംസ് ലിവ്, ദേ ഹാവ് ന്യൂമറസ് അതർ ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഓൺ ദെയർ ബോഡി for performing various function. For example, planaria has a high spot on the head region to detect the light. Okay. അടുത്തത് നമ്മൾ പറയുന്നത് ഒമാറ്റീഡിയ. അതായത് നമ്മൾ ഷഡ്പദങ്ങളിൽ കാണുന്നത് ഒരിക്കലും ഒരു കണ്ണല്ല, നമുക്ക് 2 കണ്ണുകളാണുള്ളത്. പക്ഷേ ഷഡ്പദങ്ങളിലൊക്കെ കുറേ ആയിരക്കണക്കിന് കണ്ണുകൾ കൂടി ചേർന്നിട്ട് ആണ് ഒരു വലിയ കണ്ണ്, 2 വലിയ കണ്ണുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഷഡ്പദങ്ങളിൽ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഈച്ചയാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഒമാറ്റീഡിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണ്. അപ്പോൾ ആ ആയിരക്കണക്കിന് കണ്ണുകളിൽ ഒന്നിനെ പറയുന്ന പേരാണ് ഒമാറ്റീഡിയ. അങ്ങനെ കുറേ ഒമാറ്റീഡിയ കൂടി ചേർന്നിട്ടാണ് ഷഡ്പദങ്ങളുടെ കണ്ണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതായത് ഇൻ ഇൻസെക്ട്സ് their eye is formed of thousands of ommatidia. Ommatidia itself is a photoreceptor. So they has a compound eye. The insects has a compound eye. ഇനി അടുത്തത് പാർശ്വവര എന്ന് പറയുന്നത് നമ്മുടെ സ്രാവിൻ്റെ 2 സൈഡിലുമായിട്ട് ഒരു വര പോലെ കാണുന്നതാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളാണ് ഈ പാർശ്വവര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്രാവുകളിൽ ഉള്ളത്. അവരുടെ ഇരുവശങ്ങളിലുമായിട്ട് കാണുന്നതാണ്. പിന്നെ അതുപോലെ അവർക്ക് ക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഷാർക്കിന് അല്ലെങ്കിൽ നമ്മൾ സ്രാവിന് ഈ കടൽ വെള്ളത്തിലൊരു തുള്ളി പോലും രക്തം, എവിടെയെങ്കിലും തുള്ളി രക്തം വീണ് കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് സ്മെല്ല് ചെയ്യാൻ പറ്റും. അവർ പെട്ടെന്ന് തന്നെ ആ സൈറ്റിലേക്ക് എത്തും, ആ ഒരു സ്ഥലത്തേക്ക് എത്തും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ഷമത കൂടിയ നല്ല നമ്മളെക്കാൾ ഇരട്ടിയുള്ള ഗന്ധഗ്രാഹികളാണുള്ളത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആ സ്മെല്ലൊക്കെ കിട്ടും.
So in shark there is an organ called lateral line organ on the both side of the body. They helps to detect the change in the balance of body. Sharks are continuously swimming. They cannot float on the water. So during the continuous swimming they need to balance their body appropriately. For this purpose lateral line organs helps. പിന്നെ നമ്മൾ പറയുന്നത് ജേക്കബ്സൺസ് ഓർഗനാണ്. ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മളെ പാമ്പുകളിലൊക്കെ സ്മെല്ല് തിരിച്ചറിയാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പാമ്പിൻ്റെ നാവ് ഇങ്ങനെ പുറത്തേക്കിടും, പിന്നെ അത് വലിക്കും, പിന്നെ പുറത്തേക്കിടും, പിന്നെ ഉള്ളിലേക്ക് വലിക്കും. അങ്ങനെ ആ നാവ് അതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ നാവിൽ ഇങ്ങനെ നാവ് പുറത്തേക്കിടുമ്പോൾ ഗന്ധകണികകൾ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഗന്ധകണികൾ അവയുടെ നാക്കിൽ പറ്റിപ്പിടിക്കും. അത് എന്നിട്ട് നാവ് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അവരുടെ വായയുടെ മുകൾ ഭാഗത്തായിട്ട് ഉള്ളൊരു ഭാഗമാണ് ഈ ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത്. അവിടേക്ക് എത്തും. അവിടെ ഈ നാവ് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ആ ജേക്കബ്സൺ ഓർഗനിലേക്ക് അത് പറ്റിപ്പിടിക്കും. അപ്പോഴാണ് അത് ഗ്രന്ഥഗ്രാഹികളെ ഉത്തേജിപ്പിക്കപ്പെടും. അങ്ങനെ അവർ സ്മെല്ല് തിരിച്ചറിയും. അതായത് ഇൻ സ്നേക്സ് ആരോമാറ്റിക് പാർട്ടിക്കിൾസ് ദാറ്റ് സ്റ്റിക്ക് ഓൺ ദി ടങ് റീച്ച് to the Jacobson's organs seen on the roof of the mouth cavity. They are the olfactory receptors that can stimulate the olfactory receptors. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കൂടുതൽ ഗ്രാഹികൾ കൂടി നമ്മൾ മറ്റ് ജീവികളിലെ ഗ്രാഹികൾ കൂടെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ പറയാം. അതിൽ ഫസ്റ്റത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതായത് അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ്. അതായത് വെൻ വി ഒബ്സർവിങ് ദ നിയറസ്റ്റ് ഒബ്ജക്റ്റ് വാട്ട് വിൽ ഹാപ്പൻസ് എന്നുള്ളത്. ഒന്ന്, സീലിയറി പേശി വിശ്രമാവസ്ഥയിലാകുന്നു, ലെൻസിൻ്റെ വക്രത കുറയുന്നു, സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. ഇതിൽ നമുക്കറിയാം സീലിയറി പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുക, അല്ലേ? നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണത്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ, അതായത് ഓപ്ഷൻ സി ആണ് ശരി. സീലിയറി പേശികൾ സങ്കോചിക്കും, സ്നായുക്കളായും ലെൻസിൻ്റെ വക്രത കൂടും, ഫോക്കൽ ദൂരം കുറയും. അതാണ് നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ സീലിയറി പേശികൾ കൺട്രാക്ട് ചെയ്യും. അതാണ് ഒരു ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഇതിൽ ഓപ്ഷൻസ് കുറേ ഉണ്ട്. സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നു, ലെൻസിൻ്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ അതുപോലെ സീലിയറി മസിൽസ് കൺട്രാക്ട്സ്, ഫോക്കൽ ലെങ്ത് ഡിക്രീസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ സി ആണ്, സീലിയറി മസിൽസ് കൺട്രാക്ട് എന്നുള്ളതാണ് ഉത്തരം. പിന്നെ അടുത്തത്, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതാനാണ്. അതായത് ഓഡ് വൺ ഔട്ടാണ്, അല്ലേ? അതായത് ബാക്കി വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് അതർ വൺ, അതും കൂടെ നമ്മൾ എഴുതണം. മാലിയസ്, യൂസ്റ്റേഷ്യൻ നാളി, സ്റ്റേപ്പിസ്, ഇംഗസ്. ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാത്തത് യൂസ്റ്റേഷ്യൻ നാളിയാണ്. കാരണം ഇവർ നാലാരും മധ്യകർണത്തിൽ മിഡിൽ ഇയറിൽ കാണുന്നതാണ്. പക്ഷേ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥി ശൃംഖലയിലെ 3 അസ്ഥികളുടെ പേരാണ്. മറ്റേത് നമ്മൾ ഗ്രസനിയുമായി നമ്മുടെ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ്. സോ മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പിസ് ആർ ഇയർ ഓസിക്കിൾസ് ഇൻ ദി മിഡിൽ ഇയർ. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഇസ് എ ട്യൂബ് ദാറ്റ് കണക്ട് ടു ദ മിഡിൽ ഇയർ വിത്ത് ദി ഫാരിങ്സ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പൊതുസവിശേഷത. ഇനി ചിത്രം പകർത്തി വരച്ച് സൂചനകൾക്കനുസരിച്ചുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്താനുണ്ട്. പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗം ഏതാണെന്നാണ്. അതായത് മസിൽസ് ദാറ്റ് റെഗുലേറ്റ് ദി സൈസ് ഓഫ് പ്യൂപ്പിൾ ആർ സിറ്റുവേറ്റഡ് ഇൻ വിച്ച് റീജിയൻ എന്നാണ്. അതായത് നിങ്ങൾക്കറിയാൻ പറ്റും ഐറിസ്, അതായത് നമ്മുടെ കൃഷ്ണമണി എന്നറിയപ്പെടുന്ന ഐറിസിലാണ് വലയപേശികളും ഒക്കെ കുറിച്ച് നമ്മളപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ആ പേശികളുള്ളത് നമ്മൾ ഐറിസിലാണ്. ആ ലെൻസിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്ന 2 മേലെന്നും താഴെന്നും കാണുന്ന ആ ഒരു ഭാഗം, അതാണ് നമ്മുടെ കൃഷ്ണമണി. അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ഭാഗമാണ് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. ജെല്ലി പോലുള്ള ദ്രവം, നമുക്കറിയാം നമ്മുടെ കണ്ണിലെ അക്വസ് ഹ്യൂമറും ഉണ്ട്, വിട്രിയസ് ഹ്യൂമറും ഉണ്ട്. അക്വസ് ഹ്യൂമർ പോഷകങ്ങൾ നൽകുന്നതാണ്. വിട്രിയസ് ഹ്യൂമർ ഈ കണ്ണിനൊരു സ്ട്രക്ചർ ഓർ ഘടന നൽകുന്നതാണ്. സോ ജെല്ലി പോലുള്ള ഈ ഒരു ദ്രവം എന്ന് പറയുന്നത് വിട്രിയസ് ഹ്യൂമറാണ്. അത് നിങ്ങൾ ആ കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഉള്ള ഭാഗം അടയാളപ്പെടുത്തുക. പിന്നെ പ്രകാശഗ്രാഹി കോശങ്ങളുള്ള കണ്ണിലെ പാളി, അതായത് വാട്ട് ഈസ് ദ ലെയർ വേർ
ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റെറ്റിന അല്ലേ. നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലെ പാളിയായിട്ടുള്ള റെറ്റിനയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചെവി നൽകിയിട്ടുണ്ട്, അതിൽ സൂചനകൾക്കനുസരിച്ച് ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്താനാണ്. അപ്പോൾ കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം അല്ലേ, ദാറ്റ് എന്താ പറയുക, ദ പാർട്ട് വിച്ച് റിസീവ്സ് ദ വൈബ്രേഷൻസ് ഫ്രം ടിംബാനം, അതേതാണ് നമ്മളെ ഇയർ ഓസിക്കിൾസ് ആണ്. അതായത് നമ്മുടെ എന്താ പറയുക അസ്ഥി ശൃംഖലയാണ് കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വരച്ചിട്ട് ആ ഒരു ഭാഗം നമ്മളെ ടെക്സ്റ്റ് നോക്കിയിട്ട് നല്ലൊരു ഡയഗ്രാം വരച്ച് ആ ഒരു അസ്ഥി ശൃംഖല എന്നുള്ളത് അടയാളപ്പെടുത്തുക. പിന്നെ ഗ്രസനിയുമായി ബന്ധപ്പെടുന്ന കുഴൽ, അതായത് ദ ട്യൂബ് ദാറ്റ് കണക്ട് ദ ഫാരിങ്സ്, നമ്മൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റുന്നതാവും, മധ്യകർണത്തിൽ ഇങ്ങനെ താഴേക്കിട്ടുള്ള ഒരു കുഴൽ, അപ്പോൾ അത് അടയാളപ്പെടുത്തുക. ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം, അതായത് നമ്മളെ സൗണ്ട് റിസെപ്റ്റേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ള നമുക്കറിയാം ഓഫ് കോഴ്സ് കോക്ലിയയാണ് അല്ലേ. കോക്ലിയ ആ ഒച്ചിൻ്റെ ഇതുപോലെ ഇങ്ങനെ സ്നെയിൽ ഷെല്ല് പോലെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഭാഗം, അപ്പോൾ ആ ഭാഗം കോക്ലിയ എന്നുള്ളതും അടയാളപ്പെടുത്തുക. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, താങ്ക് യു.